ദേ ഞാൻ കഴിഞ്ഞ തവണ ഈ ATM കാർഡുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ? അതിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതായത് നമ്മൾ 5 ട്രാൻസാക്ഷൻ വരെ നമ്മുടെ ഓൺ ബാങ്കിൽ നിന്ന് ഫ്രീ ആയിട്ട് ലഭിക്കും. അത് കഴിഞ്ഞ് വന്ന ഓരോ ട്രാൻസാക്ഷനും 23 രൂപ പിടിക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ 23 രൂപ മാത്രമല്ല കേട്ടോ, ഓരോ ബാലൻസ് എൻക്വയറിക്കും 7 രൂപ വെച്ച് സർവീസ് ചാർജ് പിടിക്കും. എന്താ അല്ലേ? അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് മാത്രമല്ല കേട്ടോ, ക്രെഡിറ്റ് കാർഡും ചെറിയൊരു പണിയൊന്നും തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, IDFC അതുപോലെ തന്നെ നമ്മുടെ യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർ ഇനി മുതൽ ബില്ലിൻ്റെ കൂടെ 1% അഡീഷണൽ തുക അടയ്ക്കേണ്ടി വരും. ഈ വിവരങ്ങൾ നിങ്ങളാരും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ? അതുമാത്രമല്ല കേട്ടോ, ICICI ബാങ്കിൻ്റെ ചെക്ക് ബുക്ക് 50 ചെക്ക് ലീഫ് അടങ്ങുന്ന ഒരു ചെക്ക് ബുക്ക് ഇനി മുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 200 രൂപ നമ്മൾ അഡീഷണൽ പേ ചെയ്യണം. ബാങ്കിൻ്റെ ഓരോരോ കാര്യങ്ങളല്ലേ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.